ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് മെമ്മറി ഇറേസർ എന്ന് പറഞ്ഞ 2024 ഇറങ്ങിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. അപ്പോൾ ഇതിനാണെങ്കിൽ മൊത്തം 16 എപ്പിസോഡ്സ് ഉണ്ട്. ഈ ഒരു ഡ്രാമയുടെ വൺ ലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയുടെ ആണെങ്കിൽ പഴയ ഒരു മെമ്മറി കാരണം അവനിക്കാണെങ്കിൽ തിരിച്ചങ്ങ് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കും കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തെ ആണെങ്കിൽ ഈ ബാഡ് മെമ്മറീസ് ഒക്കെ മറക്കാനുള്ള ഒരു ടൂളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കുന്ന ഒരു കഥയായിരിക്കും കേട്ടോ. അവൻ്റെ ആ ഒരു ഓർമ്മകളൊക്കെ മറന്ന് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ പഴയ ഒരു സീനാണ്. ഹീറോയുടെ പേരാണ് ലീഗൂൻ. അവനാണെങ്കിൽ ഒരു ടെന്നീസ് പ്ലെയർ ആയിരിക്കും കേട്ടോ. അപ്പോൾ വേൾഡിൽ തന്നെ ജൂനിയർ ടെന്നീസ് പ്ലെയറിൻ്റെ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അവൻ കളിക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ എന്താ ആ ഒരു ഒപ്പോണൻറ്റിൻ്റെ ബാറ്റ് ഇങ്ങനെ തെറിച്ച് അവൻ്റെ അനിയൻ്റെ നേരെ പോകുന്നുണ്ടാകും. ഇവനാണെങ്കിൽ അനിയൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് തടയുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ അവിടെ വീണെടുക്കുന്നുണ്ടാകും. എന്നിരുന്നാലും നമ്മുടെ ഹീറോ ആ ഒരു ഗെയിമിൽ ജയിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം എല്ലാവരും ഇവൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ എന്താ ഇവൻ്റെ കൈ ആണെങ്കിൽ ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ സീനാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇപ്പോൾ വലിയ ആളായി ഒരു എയർപ്ലെയിനിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ നോക്കുമ്പോൾ എന്താ അമ്മയും അച്ഛനും അനിയനൊക്കെ ആണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. അപ്പം ഇവനാണെങ്കിൽ എണീച്ചിട്ട് ഡ്രിങ്ക്സ് മേടിക്കാൻ പോകുന്നുണ്ടാവും കേട്ടോ. അപ്പം അവിടെ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഉണ്ടാകും. നമ്മുടെ ഹീറോയിൻ്റെ പേരാണ് ജൂ യൂൺ കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. ഇവളാണെങ്കിൽ ഇവളുടെ ആ ഒരു സ്റ്റഡീസിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തായിരിക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവാണ്ട് പറയും, എനിക്കിതെല്ലാം നിങ്ങൾ ഇത്ര വലിയ കപ്പൊക്കെ തന്നത്, ഞാൻ അത്ര കുടിയനൊന്നും അല്ല എന്ന് പറയുമ്പോൾ ആ പെണ്ണ് പറയുന്നുണ്ടാകും, അയ്യോ സോറി സർ, ഞങ്ങൾക്ക് ഇവിടെ ചെറിയ ക്ലാസ് ഇല്ല അതുകൊണ്ട് തന്നാന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ആണല്ലേ സോറി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ആ പെണ്ണ് ചോദിക്കും, ഇതെന്താ ഇൻവിറ്റേഷൻ കാർഡാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അതെ എൻ്റെ സ്കൂളിലെ ഇൻവിറ്റേഷൻ കാർഡാണ്, എൻ്റെ ഫസ്റ്റ് ലവിനെ കാണണമെന്നുണ്ട്, ശരിക്കും ഞാൻ പോയി സംസാരിച്ചാൽ അവൾ എന്നോട് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാകും, നിങ്ങളെന്തായാലും പോയി സംസാരിക്കും സർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഹീറോയിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വൈൻ കുടിക്കുമ്പോൾ അവളുടെ മുഖത്ത് ഇങ്ങനെ ആവുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ മുഖത്താവുമ്പോൾ അവനിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾ കൂടുതൽ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു പൊമഗ്രാനറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും. അത് മാത്രമല്ല എനിക്ക് ടിഷ്യൂ തരുമെന്ന് വെച്ചിട്ട് ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവളോർക്കും ഇവരെന്ത് ഇങ്ങനെ കാണിക്കണമെന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കുമ്പോൾ ഇവൾ വല്ലാതെ അങ്ങ് ഷോക്ക് ആവുന്നുണ്ടാട്ടോ. എന്നിട്ട് പറയും, എന്ത് കോല ഞാൻ കാണിച്ചേക്കണേ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, ഞാൻ നിന്നെ വളക്കാൻ നോക്കിയതല്ല, നിൻ്റെ അടുത്ത് പറഞ്ഞാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ എയ്റോപ്ലെയിൻ ഒന്ന് ഷേക്ക് ആകുമ്പോൾ ഇവൻ്റെ കൈ ആണെങ്കിൽ ഇവളുടെ ചുണ്ടത്ത് വന്നിരിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പം തന്നെ പെട്ടെന്ന് ഇവളിങ്ങനെ പേടിച്ചിട്ട് പറയും, അയ്യോ എൻ്റെ പല്ലെന്ന് പറയുമ്പോൾ അവൻ പറയും, എന്തിയെ പല്ല് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അവൾക്കാണെങ്കിൽ ഫ്രണ്ടിലൊരു വപ്പ് പല്ല് ഉണ്ടാകും. അങ്ങനെ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും, അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു ഷേക്കിങ് പിന്നെ വന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ താഴെ വീണ് പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ താഴെ വീണ് പോയി കഴിയുമ്പോൾ ഇവളാണെങ്കിൽ അവനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ടാകും. ആ ഒരു വലത്തേക്കായി പിടിച്ച് വലിക്കുമ്പോൾ അവൻ എന്ന് പറഞ്ഞ് പറയുമ്പോൾ അവൾ പറയും, അയ്യോ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ ഓക്കെയാണ് നീ പൊക്കോളം പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവനാണെങ്കിൽ അവിടെ കിടന്നിട്ട് പഴയ കാര്യം ഇങ്ങനെ ആലോചിക്കും. അവനങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് അവനാണെങ്കിൽ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കിടക്കുമായിരിക്കും. അപ്പം അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും, ഞങ്ങൾക്ക് എന്തായാലും ഇനി അവനെ നോക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഇൻഷുറൻസിൻ്റെ പൈസയൊക്കെ അവൻ്റെ ചികിത്സയൊക്കെ ചെയ്തു, ഇനി എന്തായാലും ഞങ്ങൾക്ക് ഇളയവനെ ടെന്നീസ് കളിപ്പിക്കാൻ പഠിപ്പിക്കണം, അതുകൊണ്ട് കുറച്ച് കൊല്ലത്തേക്ക് അമ്മ ഒന്ന് എൻ്റെ മോനെ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ടാകും, പാവം എൻ്റെ കൊച്ചുമോൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചെന്ന് കേൾക്കണമായിരിക്കും. എന്നിട്ട് ഇവൻ്റെ മെഡലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവരുടെ പുറകെ വരുന്നുണ്ടാകും കേട്ടോ. അമ്മയെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ കരഞ്ഞ് വരുന്നുണ്ടാകും. അങ്ങനെ അവനാണെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുമ്പോൾ ഇവൻ്റെ മെഡൽ അങ്ങ് പോകുമ്പോൾ അവന് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവനും ആ ഒരു പുഴയിൽ വീഴുന്നുണ്ടാവും കേട്ടോ. പുഴയിലല്ല, ഒരു തോടിൽ ഇങ്ങനെ വീഴുന്നുണ്ടാകും. ആ ഒരു സമയത്ത് ഒരു പെണ്ണ്, എടാ നീ ഓക്കെ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ അവനിതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ എയർപോർട്ടിലേക്ക് വരുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ഹീറോയുടെ അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ ഇവനിങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നിട്ട് ഇവളിങ്ങനെ നോക്കുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു ഹീറോ ആണെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ആ ഒരു ഹീറോയുടെ അനിയനാണെന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹീറോയുടെ അനിയനാണ് ഇപ്പോൾ വലിയൊരു സ്റ്റാർ ആയിട്ടുള്ളത്. അവൻ്റെ അനിയൻ്റെ പേര് ലീഷിൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ടാകും, ഇത് ലീഷിനല്ല, ലീഷിൻ ദേ പോകണമെന്നും പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നുണ്ടാകും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒറ്റക്കാകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഹീറോ ആണെങ്കിൽ അവിടെ
നിന്ന് ആ സാധനങ്ങൾ തള്ളിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ ഹീറോയിനായിട്ട് ചെറുതായിട്ടൊന്നും മുട്ടുന്നുണ്ടാകും. അങ്ങനെ ആ ഒരു ലഗേജ് അവനാണെങ്കിൽ വണ്ടിയിലെടുത്ത് വെക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ വണ്ടിയിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവൻ കയറാൻ വേണ്ടി പോകുമ്പോൾ തന്നെ വണ്ടി വിട്ടങ്ങ് പോകുന്നുണ്ടാകും. അപ്പൊ അമ്മ അച്ഛനൊക്കെ പറയും, മേഡം നിനക്ക് എന്താണ് ഇത്ര നാളായിട്ടും ഇങ്ങനെ TV കാണുമ്പോൾ ഒരു നെർവസ്, ആ റിപ്പോർട്ടേഴ്സിനെ കാണുമ്പോൾ നീ ഇത്തിരി ധൈര്യത്തോടെ നിൽക്കണ്ടേന്ന് അച്ഛനിങ്ങനെ പറഞ്ഞിട്ട് എടാ ലീഗുനെന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ അവിടെ ആണെങ്കിൽ അവനുണ്ടാവില്ല. പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറയും, മേഡം നീ പെട്ടെന്ന് ടാക്സി വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ പറയുമ്പോൾ അവനാണെങ്കിൽ ടാക്സിയിൽ വീട്ടിലേക്ക് വരുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആ ഒരു ഡോക്ടറിനെയാണ്. ആ ഡോക്ടറാണെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്തോണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അവിടേക്കാണെങ്കിൽ ഒരു എലീനെ കൊണ്ടുവരുന്നുണ്ടാകും. എന്നിട്ട് അവളാണെങ്കിൽ ഈ പ്രസന്റേഷന് വേണ്ടിയിട്ടായിരുന്നു UK പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവളിങ്ങനെ പറയുന്നുണ്ടാകും, ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ ഈ ഒരു എലിക്കാണെങ്കിൽ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് കിട്ടി. അതിൽ പിന്നെ ഈ എലിയാണെങ്കിൽ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ആ ഒരു സംഭവം, ആ ഒരു ടൂള് വെച്ചിട്ട് ഇതിനെ ശരിയാക്കിയപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും ആ ഒരു ഫുഡ് എടുത്ത് തുടങ്ങിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. ഇത് മെയിനായിട്ടും നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ബാഡ് മെമ്മറീസ് ഇറേസ് ചെയ്യുന്ന ഒരു ടൂളാണെന്നൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരു സ്റ്റോർ റൂമിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ചോദിക്കും, നീ എന്താടാ വല്ല നിഞ്ചയാണോ, എപ്പോഴും നിനക്ക് ബ്ലാക്ക് ഉള്ളൂലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയ ഇറച്ചിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് പുഴുങ്ങിയതൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. എന്നാലും അവിടെ അങ്ങ് ആരും കേൾക്കില്ല. അപ്പോൾ അവനിങ്ങനെ ആ ഒരു അനിയൻ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ അവൻ ഇങ്ങനെ പറയുന്നുണ്ടാകുമ്പോൾ എൻ്റെ കൈ പൊള്ളിപ്പോയില്ല, അമ്മ എങ്ങനെ ഇത് എടുത്താന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ടാകും, അല്ലെങ്കിലും എൻ്റെ മക്കളോട് എനിക്ക് അങ്ങനെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോ അങ്ങ് നോക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവനിക്കാണെങ്കിൽ ഇറച്ചി കൊടുക്കുമ്പോൾ ഇവനെടുക്കുമ്പോൾ ഇവനിക്കാന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ അമ്മ പറയും, നിനക്കല്ല കോളൊക്കെയാന്ന് ഇങ്ങനെ പറയും കേട്ടോ, ആ ഒരു പട്ടിക്കുട്ടിക്കാന്ന് പറയും. എന്നിട്ട് ഇവനാണെങ്കിൽ ആ ഒരു പട്ടിക്കുട്ടിക്ക് അത് കൊടുത്തു വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടാകും, എടാ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ, ശരിക്കും നിൻ്റെ അച്ഛനും അമ്മയും ഒരു ബ്രീഡല്ല, രണ്ട് അച്ഛനും അമ്മക്ക് ഉണ്ടായ ബ്രീഡാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പട്ടിയാണെങ്കിൽ ഇവൻ്റെ ചുണ്ടത്തിട്ട് കടിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയിനെയാണ്. അപ്പോൾ ഹീറോയിനെ ആണെങ്കിൽ ആ ഒരു ഡോക്ടർമാരൊക്കെ സീനിയർ ഡോക്ടർമാരൊക്കെ അഭിനന്ദിക്കുന്നുണ്ടാകും. ഇതെങ്ങാനും സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആ ശരിയാന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അവളുടെ വപ്പുവലാണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടാവട്ടെ. പിന്നെ അവളാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടാവില്ല. പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്കാണെങ്കിൽ തേകോന്ന് പറഞ്ഞൊരു ഡോക്ടർ വരുമ്പോൾ ഇവള് എന്താ സീനറി എന്ന് പറഞ്ഞ് ചോദിച്ച് നിൽക്കുമ്പോൾ അവളുടെ ആ ഒരു പല്ലാണെങ്കിൽ എല്ലാവരും കാണുന്നുണ്ടാകും കേട്ടോ. പെട്ടെന്ന് തന്നെ അവളിങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ടാകും. എന്നിട്ട് സീനിയർ ഇങ്ങനെ പറയുന്നുണ്ടാകും, നിന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നിട്ടാന്ന് പറയുമ്പോൾ അവളാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാകും കേട്ടോ. ഇവക്കാണെങ്കിൽ ആ ഒരു തേയോനെ ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഇവളാണെങ്കിൽ വെപ്പുവല്ലൊക്കെ വെക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവളുടെ കൊളീഗ്സ് ഒക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ പ്ലാൻ ഇട്ട് നിൽക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, എങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോണത്, ഇവിടെ ഇനിയും പണിയുണ്ട്, ഇനിയും നിങ്ങൾക്ക് പണിയുണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ഓരോരോ പണികളൊക്കെ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ അവളാണെങ്കിൽ അവളുടെ സൂട്ട് കേസ് തുറന്നു നോക്കുമ്പോൾ എന്താ അവളുടെ സാധനങ്ങളല്ലായിരിക്കും കേട്ടോ. അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു ടാഗ് എടുത്തിട്ട് എയർപോർട്ടിലേക്ക് വിളിക്കുന്നുണ്ടാകും. എന്നിട്ട് പറയും, ആ ഒരാളുടെ നമ്പർ ഒന്ന് തരാമോ, എനിക്ക് സൂട്ട് കേസ് മാറിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ നോക്കുമ്പോൾ എന്താ സൂട്ട് കേസിൽ തന്നെ ഇങ്ങനെ ടാഗിൽ നമ്പർ ഉണ്ടാകും. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് വിളിക്കുമ്പോൾ എടുക്കുന്നുണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു ഹീറോ ആണെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ പറയും, മേഡം നീ സ്കൂൾ റീയൂണിയനിൽ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുമേ ഞാനൊന്നും മഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവൻ നല്ലൊരു സ്ലോ മോഷനിൽ ആ ഒരു കമ്പനിയുടെ ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി പറയുന്നുണ്ടാകും, അതെ വണ്ടി നീക്കിയിടണമെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കും, എങ്ങനെ നീക്കിയിടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും. അങ്ങനെ അവനാണെങ്കിൽ ടോയ്ലറ്റിൽ നിൽക്കുമ്പോൾ എന്താ ഇവൻ്റെ അനിയനെ കണ്ടിട്ട് ആ ഒരു കണ്ണൊക്കെ വരച്ച് വെക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെയാണെങ്കിൽ ഒരു അത്ലറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അവളുടെ പേര് ചാസിയോ എന്നായിരിക്കും. മറ്റേ പറയും, നിങ്ങളല്ലേ ലീഗോന്, ഞാൻ നിങ്ങളുടെയൊക്കെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടോ, ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാനാന്നൊക്കെ പറയുമ്പോൾ അവനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ അവിടുത്തെ വേറൊരാളാണെങ്കിൽ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ടാകും. അപ്പം തന്നെ നമ്മുടെ ഇവനിങ്ങനെ ആലോചിക്കും, അയ്യോ ഞാൻ എൻ്റെ മാർക്കർ എടുത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ഒരു അനിയൻ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാകും, അപ്പോൾ നീയാണല്ലേ എൻ്റെ ആ ഒരു ഫോട്ടോയിൽ മാർക്ക് ചെയ്തിട്ടത്, നീ പോയി എനിക്കൊരു കോഫി മേടിച്ചിട്ട് വന്നതെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കോഫി മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ടാകും. അപ്പോഴായിരിക്കും നമ്മുടെ ആ ഒരു ഹീറോയിൻ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഹീറോയിൻ വിളിക്കുമ്പോൾ ഇവനിങ്ങനെ പറയുന്നുണ്ടാകും എന്താന്നും പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും, നമ്മുടെ സൂട്ട് കേസ് മാറിപ്പോയി, എനിക്ക് തിരിച്ച് വേണമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, എനിക്ക് അഡ്രസ്സ് അയച്ചാൽ മതി, ഞാൻ അങ്ങ് അയച്ചു തന്നേക്കാന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് ആ ഒരു കോഫിയായിട്ട് ആ ഒരു പുറത്ത് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പെങ്കൊച്ചിങ്ങനെ വിളിക്കുന്നുണ്ടാകും, അകത്തോട്ട് കയറി വാന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ കയറി വരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ മറ്റേ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടാകും,
ഈ ഒരു ഇതിൻ്റെ കോപ്പി എടുക്കാൻ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഡാറ്റയും നമ്പറും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നും പറഞ്ഞ് അതെടുക്കുമ്പോൾ അവൾ പറയുന്നതാകും അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡാറ്റ ഒന്ന് നോക്കാവോ എന്ന് ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ നോക്കാമെന്നും പറഞ്ഞ് അതിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് ഭയങ്കര ആക്സിലറേഷൻ ഉണ്ട്, പിന്നെ മസിലിൻ്റെ മാസം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. പക്ഷേ എന്നിട്ട് നീ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു പുള്ളിക്കാരൻ നല്ല രീതിക്ക് ഷൗട്ട് ചെയ്യുന്നുണ്ടാകും ഒരു അത്ലറ്റിൻ്റെ അടുത്താണോടാ ഇഞ്ചുറിയുടെ കാര്യം പറഞ്ഞതെന്നും പറഞ്ഞ് അവനെ ചീത്ത പറഞ്ഞിട്ട് കുറേ പേപ്പർ അറിഞ്ഞിട്ട് പറയും ഇതിൻ്റെ കോപ്പി എടുക്കാൻ പറയുന്നുണ്ടാവും കേട്ടോ. പെട്ടെന്ന് തന്നെ എല്ലാവരും ഇവനെ പറ്റി ഇങ്ങനെ പറയും അവനിക്ക് അവൻ്റെ കാര്യം തന്നെ നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവനിക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നിട്ട് കൈവേദന ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ അവനാണെങ്കിൽ ആ കൈ വേദനിച്ചിട്ട് അവനാണെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നമ്മുടെ ലീഗുവിനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ടെൻഷനിൽ നിൽക്കുമ്പോൾ എമർജൻസിന്നാണെങ്കിൽ ഒരു കോള് വരുന്നുണ്ടാകും. അപ്പോൾ അവൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാകും ഭയങ്കര കൈവേദന എന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും അതിന് എന്നെ തന്നെ വിളിക്കണേ, മറ്റേ ന്യൂറോ സർജനല്ലേ വിളിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ടാകും അവർ മിസ്റ്റർ ഹാനിൻ്റെ ഇതായിരുന്നു പേഷ്യൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിലും വന്ന് നോക്കുമ്പോൾ എന്താ നമ്മുടെ ലീഗുനായിരിക്കും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും എനിക്ക് എന്തായാലും സൈക്കാട്രിയുടെ ഇതൊന്നും വേണ്ട, എനിക്ക് ന്യൂറോ സർജനെ വേണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും. അവൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഇവൾ സൈക്കാട്രിസ്റ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾക്ക് ഇതൊക്കെ തോന്നലാണ്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും കഴിഞ്ഞ വർഷങ്ങളായി ഞാൻ ഇത് അനുഭവിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങളുടെ അതൊക്കെ ഒരു തോന്നലാണ്, നിങ്ങൾക്ക് അന്നൊരു ട്രോമ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും ഇല്ല ഒരിക്കലും ഇല്ല, ഇത് എത്ര നാളെന്നറിയോ, ഇനി എപ്പോഴാണ് ഇതൊക്കെ അവസാനിക്കുന്നത്, ഞാൻ ഇനി മരിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ചൂടാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും നീ റീയൂണിയന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നോ, എന്തേ നിന്നെക്കൊണ്ട് പറ്റില്ല അല്ലേ, നിന്നെക്കൊണ്ട് എന്തായാലും പറ്റില്ല, അതുപോലെ തന്നെ ആ ഒരു മെമ്മറീസും മറക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങളെന്തായാലും നല്ലൊരു ഡോക്ടറാണ്, എൻ്റെ കൈവേദന ഇപ്പം പോയി എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ ആ ഒരു പേഷ്യൻ്റെ പേര് നോക്കുമ്പോഴാണ് അവനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൂട്ട് കേസ് ഇവൻ്റെ കയ്യിലാണെന്നുള്ള കാര്യം. അങ്ങനെ ഇവളാണെങ്കിൽ സമാധാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടാകും അതെ ഞാൻ നേരത്തെ നീ കണ്ട ഡോക്ടറാണ്, എന്നോട് ക്ഷമിക്കണം, നീ എനിക്ക് ആ ഒരു സൂട്ട് കേസ് എനിക്ക് തിരിച്ച് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരടുത്ത് പോയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാകുമ്പോഴേ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനൊരു ബുദ്ധിമുട്ട് റീയൂണിയനിൽ, അതുകൊണ്ട് നീ എനിക്ക് പകരം പോയിട്ട് അവൾ വല്ല ചെക്കന്മാരെ നോക്കണമെന്ന് നോക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടാകും ഇല്ല, എന്നിരുന്നാലും നീ പോകണം, നീ പോയി ഇത്തിരി എന്താ പറയുക ധൈര്യം സംഭരിച്ച് നീ പോകുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവന് ഇത്തിരി ഇതൊക്കെ കൊടുക്കുന്നുണ്ടാവും, മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അങ്ങനെ ഹീറോ ആണെങ്കിൽ ഇവളുടെ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാകും എന്തായാലും ഞാൻ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ വരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ ആ ഒരു എലീനൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടാകും കേട്ടോ. നാളെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോൺഫറൻസിൻ്റെ മെയിൻ ഡേറ്റ് വരുന്നത്, ആ ഒരു മീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെയൊക്കെ സന്തോഷം ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. അങ്ങനെ പിറ്റേന്നാകുമ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ആ ഒരു അനിയനെയാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു അനിയനാണെങ്കിൽ അവിടുത്തെ ആ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നുണ്ടാകും, അവിടുത്തെ സീനിയർ ആയിട്ടുള്ള സൈക്കാട്രിസ്റ്റിനെ. അങ്ങനെ ഇവനാണെങ്കിൽ പുറത്ത് നിൽക്കുമ്പോൾ ഇവളിങ്ങനെ വിളിക്കുന്നുണ്ടാകും ഞാൻ അവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവളാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല, ഇവളുടെ സീനിയറായിട്ട് സംസാരിക്കണമായിരിക്കും. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും ഞാൻ എന്തായാലും ഫ്രണ്ടിലേക്ക് വരാം, നീ ഫ്രണ്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ഇവളുടെ കൊളീഗൊക്കെ ആണെങ്കിൽ ആ ഒരു എലീനെ എടുത്തിട്ട് വരുന്നുണ്ടാകും. ആ ഒരു മൂടിയാണെങ്കിൽ കറക്റ്റ് ക്ലോസ് അല്ലായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു എലീനെ എടുത്തിട്ട് വരുമ്പോൾ ഇവർ തെന്നി വീഴുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ ഒരു എലിയുടെ പെട്ടി പിടിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് എലി ഉണ്ടാവില്ല, എലി അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. ഇവരാണെങ്കിൽ എലിയുടെ പുറകെ പോകുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവസാനം ഇവരെന്നെ എലി എടുത്ത് പറയും എലി നീ പോവില്ല, ഇന്നൊരു ദിവസം മാത്രം നിന്നാൽ മതി, പിന്നെ നിന്നെ ഞങ്ങൾ അങ്ങ് അഴിച്ചു വിട്ടേക്കാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ഹീറോയുടെ വണ്ടിയുടെ സൗണ്ട് ഇട്ടിട്ട് എലി പുറത്തോട്ട് ഓടുന്നുണ്ടാകും. കറക്റ്റ് ആ ഒരു വണ്ടിയുടെ ടയറിൻ്റെ അടിയിൽ പോയി ആൾ ചാവുന്നുണ്ടാകും. അത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിന് വല്ലാത്തൊരു സങ്കടമാകും. അപ്പോൾ ഹീറോ ഇങ്ങനെ പറയുന്നുണ്ടാകും അയ്യോ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു നിങ്ങളുടെ എലിയാണോ, ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും പൈസ തരാമെന്നൊക്കെ പറയുമ്പോൾ അവൾ നല്ല ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ടാകും നിനക്കറിയില്ല ആ ഒരു എലിയുടെ വില, നീ പൈസ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസക്കുള്ള മുതലൊന്നും അല്ലാതെ എന്തായാലും നിന്നേലും ഒരുപാട് വേർത്താണ് ആ ഒരു എലി എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ടാകും അപ്പം എന്നേലും വേർത്താന്നാണ് നിങ്ങൾ പറയണതെന്നൊക്കെ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടാകും അതെ ആ ഒരു എലി സ്വന്തം ജീവൻ ത്യാഗം ചെയ്താണ് ഇത്ര നാൾ നിന്നേന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എലിനെ എടുത്തിട്ട് അവൾ അങ്ങ് പോകുന്നുണ്ടാകട്ടെ. അങ്ങനെ മീറ്റിങ്ങിന്റെ സമയത്താണെങ്കിൽ ഇവളാണെങ്കിൽ ആ ഒരു ചത്ത എലീനെയും കൊണ്ട് വരുന്നുണ്ടാകും. അപ്പം എല്ലാവരും അതിശയിച്ച് നിൽക്കും. ഇവളിങ്ങനെ പറയുന്നുണ്ടാകും എനിക്കിനി ഒരവസരം കൂടി തരണം, ഞാൻ എലിയിലല്ല ഒരു മനുഷ്യനിൽ തന്നെ പരീക്ഷിക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ അടുത്തു നിന്നാണെങ്കിൽ ഇങ്ങനെ അനുവാദം ചോദിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിരുന്നാലും അവർക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടാവില്ല. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോനാണെങ്കിൽ ഇവളിതും കൂടി പറഞ്ഞുകൊണ്ട് വല്ലാതെ അങ്ങ് ഡൗൺ ആയി. അവൻ ഓൾറെഡി ഡൗൺ ആയിരുന്നു. അപ്പം ഇതും കൂടി കേട്ടപ്പോൾ തീർന്നല്ലോ. അങ്ങനെ ഇവനാണെങ്കിൽ വീട്ടിൽ നിന്നൊന്നും പറയാതെ ഇറങ്ങുമ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടാകും എടാ ഫുഡ് കഴിക്കിടാന്നൊക്കെ പറയുന്നുണ്ടാകും. അവനിക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇവളാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്
പറയുന്നുണ്ടാകും വേറൊരു മീറ്റിങ്ങിൽ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എലിയിന് പകരം ഒരു ഹ്യൂമണിനെ എടുക്കാം. ഈ ഒരു ബാഡ് മെമ്മറി മറക്കാൻ കഴിയാതെ ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മല്ലിടുന്ന കുറച്ച് പേരില്ലേ, അവരെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അവരുടെയൊക്കെ ഒരു ഒപ്പീനിയൻ കാത്തു നിൽക്കുന്നുണ്ടാകും അവൾ പുറത്ത്. പക്ഷെ അവരാണെങ്കിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വെള്ളത്തിലേട്ടെടുത്ത് ചാടുന്നുണ്ടാകും. അങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനായിട്ട് അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ അനിയൻ ഇങ്ങനെ പറയുന്നുണ്ടാകും. ആ ഒരു പ്രൊഫസറിൻ്റെ അടുത്ത് പറയും, പ്രൊഫസർ എൻ്റെ ആ ഒരു ചേട്ടനെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കാണിക്കുന്നതാണെങ്കിൽ അവനിക്കാണെങ്കിൽ ഈ ഒരു പരീക്ഷണം ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഒരു ബാഡ് മെമ്മറി ഇറേസർ എന്നുള്ള സാധനം. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ അവൻ്റെ പഴയ ബാഡ് ആയിട്ടുള്ള മെമ്മറീസൊക്കെ ഇങ്ങനെ മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമാകും. ഇവൾ കാരണമാണോ ഇനി ഇവൻ അപകടത്തിന് ശ്രമിച്ചതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ കണ്ണ് തുറക്കുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആ സർജറി കഴിഞ്ഞിട്ട് ഇവളാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി വരുമ്പോൾ ഇവനെ കാണില്ല. പെട്ടെന്ന് ഇവൾ നോക്കുമ്പോൾ എന്താ ഇവനെ കാണും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്നെ അറിയോ, എന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയില്ലെന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവളാകെ ഷോക്കായിട്ട് നിൽക്കും. അപ്പോൾ അവൾ ചോദിക്കും, ഞാൻ ആരാന്നറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, എനിക്കറിയാം, ഹലോ എൻ്റെ ഫസ്റ്റ് ലവ് അല്ലേ നീ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 1 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.